എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 3 ഭക്തി പ്രാർത്ഥന. ഭക്തിയോഗത്തിന്റെ സവിശേഷത, ഭക്തന്മാരുടെ വകഭേദങ്ങൾ ഇവയാണ് ഈ ഒരു ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂർ തനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ രണ്ടാമത്തെ ദശകം അവസാനിപ്പിച്ചത്. ഗുരുവായൂരപ്പന്റെ കാരുണ്യമുണ്ടായാൽ മാത്രമേ നമ്മളിലൊക്കെ നിഷ്കളങ്കമായ ഒരു ഭക്തിയെ ഉണർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഈ ദശകത്തിൽ, മൂന്നാമത്തെ ദശകത്തിൽ പറയുന്നു. ഭഗവാന്റെ കാരുണ്യമില്ലാതെ നമ്മളിൽ ആ ഒരു നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവുകയില്ല, അതിനെ വർദ്ധിപ്പിക്കാനും കഴിയുകയില്ല എന്ന് തന്നെയാണ് ഈ ഒരു ദശകത്തിൽ പറയുന്നത്. യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം എന്താണ്? അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 1. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദാ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമോ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പഠന്തഃ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തോ ഗുണകഥഃ ചരന്തഃ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ വരദ എന്നാൽ ഗുരുവായൂരപ്പനെയാണ് വിളിക്കുന്നത്. അല്ലയോ ഭക്തന്മാർക്ക് വരം നൽകുന്ന ഗുരുവായൂരപ്പ, തേ അവിടത്തെ, പഠന്തോ നാമാനി അവിടത്തെ നാമങ്ങൾ നിത്യവും ഇങ്ങനെ പാടി ആ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചിരിക്കുകയും, സ്മരന്തോ രൂപം അവിടത്തെ രൂപത്തെ മനസ്സിൽ ഇങ്ങനെ നിത്യവും ധ്യാനിക്കുകയും, കഥയന്തോ ഗുണകഥ അവിടത്തെ കഥകളെ, ഗുണകഥകളെ ഇങ്ങനെ നിത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, അങ്ങനെ പ്രമദഭരസിന്ധൗ നിപതിത അതായത് പരമാനന്ദമാകുന്ന സാഗരത്തിൽ അങ്ങനെ മുഴുകി കഴിയുന്ന, ഭക്താ ത്വയി ഖലു രമന്തേ അങ്ങനെ മുഴുകി കഴിയുന്ന, ത്വയി ഭഗവാനെ അവിടത്തെ, ത്വയി ഖലു രമന്തേ അവിടത്തെ തൃപ്പാദങ്ങളിൽ രമിച്ചു കഴിയുന്ന, ചരന്തഃ യേ ഭക്ത അങ്ങനെ കഴിയുന്ന ഏതൊരു ഭക്തന്മാരുണ്ടോ, പരം അമോൻ അവരെ മാത്രമാണ്, അഹം ഞാൻ, സർവാഭിലഷിതാൻ എല്ലാ ആഗ്രഹങ്ങളും, സമധിഗത എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച, ധന്യാൻ ധന്യന്മാർ അഥവാ ഭാഗ്യവാന്മാരായി, മന്യേ കരുതുന്നുള്ളൂ എന്ന്. അതായത് ഈ ഭൗതിക സുഖങ്ങളൊക്കെ ആവോളം കിട്ടിയിട്ടുള്ളവനെയല്ല ഞാൻ ഈ ലോകത്തിൽ ഭാഗ്യവാനായി കരുതുന്നത്. മേൽപ്പത്തൂർ പറയാണ്, സദാസമയം അവിടുത്തെ നാമങ്ങൾ ജപിച്ച് മനസ്സിൽ എപ്പോഴും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും എങ്ങനെ ജീവിക്കുമ്പോഴും മനസ്സിൽ അങ്ങയുടെ രൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ ഭഗവാന്റെ ഗുണകഥകൾ നിത്യവും ഇങ്ങനെ പറഞ്ഞുകൊടുത്ത്, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തും പറഞ്ഞും ഇരിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ഭഗവാനാകുന്ന പരമാനന്ദ സാഗരത്തിൽ മുഴുകി കഴിയുന്ന ഏതൊരു ഭക്തനുണ്ടോ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഏതൊരു ഭക്തനുണ്ടോ, അവരെ മാത്രമാണ് ഈ ലോകത്തിൽ സകല ആഗ്രഹങ്ങളും സാധിച്ചെടുത്ത ഭാഗ്യവാന്മാരായിട്ട് ഞാൻ കരുതുന്നുള്ളൂ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അതായത് ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവന്നാൽ അതിൽ പരമൊരു ഭാഗ്യം മനുഷ്യന് ഈ ജന്മത്തിൽ കിട്ടാനില്ല. ആ വിധത്തിൽ ഒരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഭക്തി എന്നിൽ വളർത്തണേ എന്നാണ് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഭക്തൻ എല്ലാ ആഗ്രഹങ്ങളും, ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അതോടൊപ്പം ആത്മസാക്ഷാത്കാരവും ഭഗവാൻ നൽകുന്നു നിഷ്കളങ്കനായ ഒരു ഭക്തനെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭക്തനായി തന്നെ മാറ്റണേ, അങ്ങനെ ആക്കി തീർക്കണേ. കാരണം ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമ്മളിൽ അങ്ങനെ ഒരു ഭക്തി ഉണരില്ല, അതുപോലെ തന്നെ വർദ്ധിക്കുകയുമില്ല. അപ്പോൾ ഗുരുവായൂരപ്പന്റെ കൃപാ കടാക്ഷത്താൽ അങ്ങനെ ഒരു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു നിഷ്കളങ്കമായ ഭക്തി എന്നിൽ ഉണർത്തണേ എന്ന് മേൽപ്പത്തൂർ ആഗ്രഹിക്കുന്നു. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 2.
गतक्लिष्टं कष्टं तव चरणसेवारसभरे अभि अनासक्तं चित्तं भवति बद विष्णो कुरु दयाम् भवत्पादाम्भोजस्मरणरसिको नामनिवहान् अहं गायं कुहजन विवत्स्यामि विजने गतक्लिष्टं कष्टं तव चरणसेवारसभरे अभि अनासक्तं चित्तं भवति बद विष्णो कुरु दयाम् भवत्पादाम्भोजस्मरणरसिकः नामनिवहान् अहं गायं कुहजन विवत्स्यामि विजने. അർത്ഥം: വാതരോഗം മൂലം തനിക്ക് മറ്റു ഭക്തന്മാരെ പോലെ ഭഗവാനെ ഭജിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം മേൽപ്പത്തൂര് ഭഗവാനെ അറിയിക്കുകയാണ് കേട്ടോ ഈ ശ്ലോകത്തില്. അതായത് 100 ദിവസം ഭഗവാനെ ഭജിച്ചിരിക്കുവാനായിട്ട് ഗുരുവായൂർ വന്ന തനിക്ക് രോഗം മൂർച്ഛിച്ച് ഭജനം തുടങ്ങുവാൻ സാധിക്കാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ രോഗത്തിന്റെ പീഡ, ആ വേദന മൂലം മനസ്സിൽ ഭഗവാനോടുള്ളൊരു നിഷ്കളങ്കമായൊരു ഭക്തി അങ്ങ് ഉണരുന്നില്ല. അപ്പൊ മേൽപ്പത്തൂരിന്റെ മനസ്സില് ഇവിടെ രോഗവും ഭക്തിയും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഭക്തി വിജയിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ കൂടിയേ തീരൂ. അപ്പൊ ഗുരുവായൂരപ്പനോട് പറയാണ് തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭക്തി ഉണ്ടാവണം. ഇപ്പോൾ രോഗം, ആ രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ്. ആ സ്ഥാനത്ത് ഭക്തിയാണ് മനസ്സിൽ വർദ്ധിക്കേണ്ടത്. അതിന് ഭഗവാന്റെ കൃപ ഉണ്ടാവണേ എന്ന് ഭഗവാനെ അറിയിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂര്. അതായത് ഗത ക്ലിഷ്ടം കഷ്ടം ചിത്തം, അതായത് ആ രോഗം മൂലം, വാതരോഗം മൂലം വേദന അനുഭവിക്കുന്ന തൻ്റെ മനസ്സ് തവ ചരണ സേവാരസഭരേ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ അഭി എങ്കിൽ പോലും, ആ അനുഭവിക്കണമെങ്കിൽ പോലും അനാസക്തം ഭവതി, അതിനോടൊരു ആസക്തി ഇല്ലാതായി തീർന്നിരിക്കുന്നു തൻ്റെ മനസ്സിൽ ഇപ്പോൾ. ബദ, കഷ്ടം തന്നെയാണ് ഗുരുവായൂരപ്പ എന്ന് പറയാണ്. അതായത് ആ വേദന മൂലം മനസ്സിങ്ങനെ വിഷമിക്കുമ്പോൾ അവിടെ ഒരു ഭക്തി ഉണരുന്നില്ല. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഭക്തി മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിച്ച് അതിൻ്റെ ഒരു രസം അനുഭവിച്ച് ജീവിക്കാനുള്ള ഒരു ഭക്തി, അതിനോടൊരു ആസക്തി തൻ്റെ മനസ്സിൽ തോന്നുന്നില്ലല്ലോ ഗുരുവായൂരപ്പ, ഇത് കഷ്ടം തന്നെയാണ്. വിഷ്ണു ദയാം കുരു, അതായത് വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ കരുണ ചൊരിയണമേ തന്നോട്. എന്നിട്ട് പറയാണ്, ഇനി അങ്ങനെ ആയില്ലെങ്കിൽ അഹം ഭവത് പാദാംബോജ സ്മരണ രസിക, ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ നിത്യവും ധ്യാനിച്ച് രസം പിടിച്ച് നാമനിവഹാൻ ഗായം അവിടുത്തെ തിരുനാമങ്ങളെ നിത്യവും എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടും കുഹജന വിജനെ, ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് വിവത്സ്യാമി, പോയിരിക്കണോ എന്നാണ് ഭഗവാനോട് ചോദിക്കുന്നത്. അതായത് രോഗനിശേഷം മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ഭക്തന്മാരെ പോലെ തന്നെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിച്ച് ഭജിക്കാൻ തനിക്ക് സാധിക്കണം. ഇനി അതിന് അവിടെ നിന്ന് തന്നോട് കരുണ ചൊരിയണം. ഇനി അതിന് സാധിക്കാത്ത പക്ഷം ഭജനയൊക്കെ വേണ്ടെന്ന് വെച്ച് പോകേണ്ടി വന്നാൽ പോലും അവിടുത്തെ പാതാരവിന്ദങ്ങളെ നിത്യവും സ്മരിച്ച് അവിടുത്തെ നാമവും ജപിച്ച് ആരുമില്ലാതെ എവിടെയെങ്കിലും പോയി താൻ കഴിച്ചു കൂട്ടാം എന്നൊരു സങ്കടം കൂടി ഭഗവാനോട് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ആ ഒരു മനസ്സിൽ രോഗത്തിന്റെ പീഡയും ഭക്തിയും തമ്മിലുള്ള ആ ഒരു ദ്വന്ദ്വയുദ്ധം, ആ യുദ്ധത്തിൽ ഭക്തി വിജയിക്കാൻ ഭഗവാൻ തന്നോട് കരുണ ചൊരിയണേ. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും ഞാൻ ഭഗവാനെ വിടില്ല. അപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ മനസ്സിൽ ഇങ്ങനെ നിത്യവും സ്മരിച്ച് എവിടെയെങ്കിലുമൊക്കെ ആരുമില്ലാത്തൊരു വിജനസമായ സ്ഥലത്ത് പോയി കഴിഞ്ഞുകൊള്ളാമെന്ന് ഒരു സങ്കടം കൂടി ഭഗവാന്റെ മുന്നിൽ ഉണർത്തിക്കുകയാണ് മേൽപ്പത്തൂര്. ശ്ലോകം 3. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശാ നാമകീയതി ന കേ ലോകേ അസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദദതേ. കൃപാ തേ ജാതാ ചേത് കിം ഇവ നഹി ലഭ്യം തനുഭൃതാം
മദീയ ക്ലേശൗക പ്രശമന ദശ നാമ കീയതി ന കേ ലോകേ അസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്താ സുഖഗതി അസക്താ വിദധതേ അതായത് ഭഗവാന്റെ കാരുണ്യമുണ്ടായാൽ ഒരു മനുഷ്യന് പിന്നെ എന്താണ് ഇവിടെ സാധിക്കാത്തതായിട്ടുള്ളത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. തേ കൃപാജാതാ ചേത്, ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ തനുഭൃതാം കിം ഇവ, മനുഷ്യർക്ക് ദേഹികൾക്ക്, തനുഭൃതാം എന്ന് വെച്ചാൽ ശരീരത്തിലിരിക്കുന്ന ദേഹികൾക്ക് എന്തൊന്നാണ് ഇവിടെ ലഭിക്കുവാൻ, നഹി ലഭ്യം, ലഭിക്കുവാൻ ഇവിടെ പ്രയാസമുള്ളതായിട്ട് എന്താണുള്ളത്? ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ അവൻ എന്താഗ്രഹിച്ചാലും അത് സാധിക്കുന്നു. അപ്പോൾ മദീയ ക്ലേശോക പ്രശമന ദശ നാമ കീയതി, ഞാൻ അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങൾ തീർക്കുക എന്നത് ഭഗവാൻ എത്ര നിസ്സാരമാണ്. എന്നിട്ടും ഭഗവാൻ എന്തേ അത് ചെയ്യാത്തത്? ഒരു പരിഭവം പോലെ തന്നെ എന്താണ് ഭഗവാൻ പരിഗണിക്കാത്തത് എന്ന് പറയുകയാണ്. കാരണം അയ്യി എന്ന് വെച്ചാൽ അലയോ ഗുരുവായൂരപ്പ, അസ്മിൻ ലോകെ, ഈ ലോകത്തിലെ കേ ഭവത് ഭക്ത, ഏതൊക്കെ ഭഗവാന്റെ ഭക്തരുണ്ടോ അവരൊക്കെ അനിശം ശോകാഭിരഹിത, ഏത് സമയത്തും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. മനസ്സ് അവരുടെയൊക്കെ സ്വസ്ഥമായിട്ട് സൗഖ്യത്തോടു കൂടി ഇരിക്കുന്നു. അതുപോലെ മുക്ത, അവരൊക്കെ ജീവൻ മുക്തരായിരിക്കുന്നു. അസക്ത, ഒന്നിനോടും ആസക്തിയില്ലാത്തവരായ സുഖഗതിയും ന വിദധതി, സ്വൈരസഞ്ചാരം ചെയ്യാത്തതായിട്ട് ആരുണ്ട്? ഏത് ഭക്തന്മാരുണ്ട് ഇവിടെ എന്ന്? ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവരൊക്കെ ഗുരുവായൂരപ്പ, അവരൊക്കെ സ്വസ്ഥമായി ഈ ഭൗതിക ലോകത്ത് കർമ്മം ചെയ്ത് ജീവിക്കുന്നു. ഒന്നിനോടും അവരുടെ മനസ്സിൽ ആസക്തിയില്ല. ജീവൻ മുക്തരായിട്ട് അവരൊക്കെ സ്വൈരസഞ്ചാരം ചെയ്ത് ജീവിക്കുന്നു. തനിക്ക് അങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ രോഗപീഠ തൻ്റെ മനസ്സിനെ വല്ലാതെ വലച്ചു കളയുകയാണ്. അപ്പോൾ തനിക്ക് അതിന് സാധിക്കുന്നില്ലയോ ഗുരുവായൂരപ്പ? അങ്ങക്ക് എത്ര നിസ്സാരമാണ് എൻ്റെ ഈ ക്ലേശങ്ങൾ തീർത്തു തരിക എന്നുള്ളത്. അങ്ങയുടെ കാരുണ്യമുണ്ടായാൽ പിന്നെ ഒരു മനുഷ്യന് എന്താണ് സാധിക്കാൻ പ്രയാസമുള്ളത്? അങ്ങനെയുള്ള അങ്ങ് എന്തുകൊണ്ട് എന്നിലേക്ക് ആ കാരുണ്യം ചൊരിയുന്നില്ല? അതാണ് ആ ചോദിക്കുന്നത് ഗുരുവായൂരപ്പനോട്. അങ്ങനെ ഒരു പ്രാർത്ഥന ഈ ഒരു ശ്ലോകത്തിലൂടെ എഴുതി വെക്കുകയാണ്, ഭഗവാനെ അറിയിക്കുകയാണ് മേൽപ്പത്തൂര്. തന്നിലേക്കും ഭഗവാന്റെ കാരുണ്യം ചൊരിഞ്ഞാൽ തൻ്റെ ഈ രോഗക്ലേശങ്ങളൊക്കെ തീർന്ന് ഭഗവാന്റെ മറ്റു ഭക്തന്മാരെ പോലെ ഈ ലോകത്ത് തനിക്കും സ്വൈരസഞ്ചാരം ചെയ്യാമല്ലോ എന്ന് ഭഗവാനെ അറിയിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. ശ്ലോകം 4. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണവിരുജോ നാരദാമുഖാഃ ചരന്തീശാ സ്വൈരം സദത പരിനിർഭാതപരചേത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത്പാദാംഭോജസ്മരണവിരുചഃ നാരദമുഖാഃ ചരന്തി ഈശാ സ്വൈരം സതത പരിനിർഭാതപരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന കിം അപരം. അതായത് ഭക്തിയാൽ ആരോഗ്യ ദൃഢഗാത്രന്മാരായി ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ചില ഭക്തോത്തമന്മാരെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, ഗൂഢാത്മഗതയഃ, ഗൂഢമായ ആത്മഗതിയുള്ളവരും എന്ന് വെച്ചാൽ നാരദ മഹർഷി, ശ്രീ ശുഖബ്രഹ്മർഷി തുടങ്ങിയ ബ്രഹ്മർഷിമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് അവരുടെ സഞ്ചാരാദികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, അത് ഗൂഢമാണ്. അവരുടെ സഞ്ചാരം, അവരുടെ ചിന്തകൾ, ജ്ഞാനം, പ്രഭാവം, ഇവയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് വേണ്ട ആളുകളുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഉപദേശം നൽകുന്നവരാണ് ഈ ബ്രഹ്മർഷിമാര്. അതായത് വ്യാസദേവൻ പുരാണങ്ങളും ഇതിഹാസവും രചിച്ചിട്ടും ഒരു തൃപ്തി വരാതെ ഇരിക്കുന്ന വ്യാസദേവന്റെ അടുത്ത് ചെന്ന് പ്രകൃതി നിശ്ചയം എന്നോണം നാരദ മഹർഷി വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, അങ്ങ് ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കുന്ന രീതിയിൽ അങ്ങ് ഒന്നും എഴുതിയില്ല, ഭഗവാന്റെ ചരിതത്തെ മനോഹരമായി വർണ്ണിച്ചെഴുതൂ എന്ന്
വ്യാസദേവന് നിർദ്ദേശം നൽകിയ നാരദ മഹർഷി, എങ്ങനെ അദ്ദേഹം അവിടെ എത്തി എന്നുള്ളത് പ്രകൃതി നിശ്ചയമാണ്. അതാണ് സ്വൈരസഞ്ചാരം ചെയ്യുന്നവരാണ്. ഈ ലോകത്ത് എവിടെയും അവർക്ക് സഞ്ചരിക്കാം. വേണ്ട സമയത്ത് വേണ്ട ഭക്തരുടെ അടുത്ത് പ്രകൃതി നിശ്ചയം എന്നോണം അവരെത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് ഈ ബ്രഹ്മർഷിമാര്. അതുപോലെ തന്നെയാണ് മുനിപുത്രന്റെ ശാപമേറ്റ പരീക്ഷിത്ത് മഹാരാജാവ് അവസാനത്തെ 7 ദിവസം നിരാഹാരമെടുത്ത് ഗംഗാനദിയുടെ തീരത്ത് കഴിയുമ്പോൾ മരണമാസന്നമായ ഒരു വ്യക്തി എന്താണ് അവസാനമായി ചെയ്യേണ്ടത്, ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനായി ഈശ്വര നിശ്ചയം എന്നോണം ശ്രീ ശുകബ്രഹ്മർഷി അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോ ഇതുപോലെയുള്ള ബ്രഹ്മർഷിമാരുടെ സഞ്ചാരഗതി എന്താണെന്നുള്ളത് വളരെ ഗൂഢമാണ്, അത് രഹസ്യമാണ്, അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗൂഢാത്മഗതയഃ എന്ന് പറയുന്നത്. ഗൂഢമായ ആത്മഗതിയുള്ളവരും ഭവത് പാദാംഭോജ സ്മരണ വിരുചഃ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് വളരെ ഒരു അസുഖവുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നവരുമായ നാരദാമുഖ, നാരദ മഹർഷി മുതലായ മഹർഷിമാര്, നാരദ മഹർഷി, ശ്രീ ശുകബ്രഹ്മർഷി തുടങ്ങിയ മഹർഷിമാർ ജഗതി രൂഢാ ഖലു, ഈ ലോകത്ത് വളരെ പ്രസിദ്ധരാണല്ലോ എന്ന് മേൽപ്പത്തൂര് ചോദിക്കുകയാണ്. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള നാരദ മഹർഷി, ശ്രീ ശുകബ്രഹ്മർഷി ഇവരൊക്കെ ഗൂഢമായ ആത്മഗതിയുള്ളവരും അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് ആരോഗ്യവാന്മാരായി ഈ ലോകം മുഴുവൻ സ്വൈരസഞ്ചാരം നടത്തുന്ന മഹർഷിമാരാണ്. അവർ ഈ ലോകത്ത് വളരെ പ്രസിദ്ധരാണല്ലോ. ഇനി പറയാനത്തെ അവർ സതത പരിനിർബാധ പരജിത് സദ ആനന്ദ അദ്വൈത പ്രസര പരിമഗ്ന, അതായത് പരമാനന്ദമാകുന്ന അവരെ പോലെയുള്ള മഹർഷിമാർ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരമാനന്ദമാകുന്ന പരമാനന്ദ സാഗരമാകുന്ന ആ പരമാത്മാവിൽ സ്വൈരം ചരന്തി, ആ പരമാത്മാവിൽ മുഴുകിയിട്ട് പ്രസര പരിമഗ്ന എന്ന് വെച്ചാൽ ആ പരമാത്മാവിൽ മുഴുകി സ്വൈരം ചരന്തി, സ്വൈരസഞ്ചാരം ചെയ്യുന്നു ഈ ലോകത്ത്. അപരം കിം, ഇനി എന്തു വേണം അവർക്ക് ഈ ജീവിതത്തിൽ എന്ന് ചോദിക്കുകയാണ്. അതായത് അവരൊക്കെ, ഈ ബ്രഹ്മർഷിമാരൊക്കെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് ഈ ലോകത്ത് ഇങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്യുന്നു. അവർക്കിനി ഈ ജീവിതത്തിൽ എന്തു വേണം എന്ന് ചോദിക്കുകയാണ്. അവരെ പോലെ ഒരു ഭക്തനാവാൻ, ഈ ലോകത്ത് സ്വൈരസഞ്ചാരം ചെയ്ത് ജീവിക്കുന്ന ഒരു ഭക്തനാവാൻ തനിക്ക് കഴിയണം. അതിന് തന്നിലേക്ക് കൃപ ചൊരിയണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂര്. ശ്ലോകം 5. ഭവത് ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ നാചേത് വ്യാസസ്യ ഉക്തിസ്തവ ച വചനം നൈകമവചോ ഭവേത് മിഥ്യാരഥ്യാ പുരുഷ വചനപ്രായമഖിലം. ഭവത് ഭക്തിഃ സ്പീതാ ഭവതു മമ സ ഏവ പ്രശമയേത് അശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ നാചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈകമവചഃ ഭവേത് മിഥ്യാ രഥ്യാ പുരുഷ വചനപ്രായം അഖിലം. അർത്ഥം: മമ ഭവത് ഭക്തി സ്പീതാ ഭവതു, ഭഗവാനെ എൻ്റെ ഉള്ളിൽ അങ്ങയിലോടുള്ള ആ ഒരു ഭക്തി വർദ്ധിച്ചു വരേണമേ. സ ഏവ അശേഷ ക്ലേശൗഖം പ്രശമയേത്, അതോടെ എൻ്റെ എല്ലാ സങ്കടങ്ങളും തീർത്തും ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഹൃദി സന്ദേഹകണിക ന ഖലു, എൻ്റെ മനസ്സിൽ ഒരല്പം പോലും സംശയം ഇല്ല തന്നെ. മേൽപ്പത്തൂര് പറയാണ്, എൻ്റെ മനസ്സിൽ ഭഗവാന്റെ കാരുണ്യത്താൽ എൻ്റെ മനസ്സിൽ ഭക്തി വർദ്ധിച്ചു വന്നാൽ അതോടെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും തീർന്നു പോകും എന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരല്പം പോലും സംശയമില്ല. ന ചേത്, ഇല്ലെങ്കിൽ, വ്യാസസ്യ ഉക്തി, വ്യാസദേവൻ പറഞ്ഞതും, തവ വചനം, അവിടുത്തെ വാക്കുകളും, നൈകമവചഃ ച അഖിലം, വേദങ്ങളിൽ പറയുന്നതുമായ എല്ലാം, രഥ്യാ പുരുഷ വചനപ്രായം, തെണ്ടി നടക്കുന്നവരുടെ പാഴ്വാക്കുപോലെ, മിഥ്യാ ഭവേത്, അസത്യമാണെന്ന് വരും. അപ്പൊ മേൽപ്പത്തൂര് പറയാണ്,
ഭഗവാന്റെ കാരുണ്യത്താൽ എൻ്റെ മനസ്സിലെ ഭക്തി വളർന്നു വന്നാൽ സമർപ്പിതമായ സകല കർമ്മങ്ങളെയും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടുള്ള സമർപ്പിതമായ ഭക്തി വളർന്നു വന്നാൽ അതോടെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും തീർന്നു പോകും എന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരല്പം പോലും സംശയമില്ല. അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അല്ലെങ്കിൽ വ്യാസദേവൻ പറഞ്ഞു വെച്ചതും ഭഗവാനെ അങ്ങ് പറഞ്ഞതും വേദങ്ങളിൽ പറഞ്ഞതുമായ എല്ലാ തത്വങ്ങളും അസത്യമായി വരികയില്ലേ എന്ന് പറയുകയാണ് മേൽപ്പത്തൂര്. അപ്പോ വ്യാസദേവൻ പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ ലോകത്തുള്ള സകല ജനങ്ങൾക്കുമായിട്ട് വ്യാസഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞ തത്വം, അതുപോലെ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത തത്വം, അതുപോലെ വേദങ്ങളിൽ പറയുന്ന തത്വവും ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരേ ഒരു സത്യമാണ്. അതായത് സർവേശ്വരനായ ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ച് കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ കർമ്മം ചെയ്യുന്നതിലൂടെയാണ് മനുഷ്യൻ അനുഭവിക്കുന്ന 3 വിധത്തിലുള്ള ദുരിതങ്ങളും നമുക്ക് ഇല്ലാതാവുകയുള്ളൂ. ഇതാണ് ഭാഗവതത്തിലും ഗീതയിലും വേദങ്ങളിലും ഒക്കെ പറയുന്ന ഒരേ ഒരു തത്വം. അതായത് എല്ലാ മനുഷ്യരും 3 വിധത്തിലുള്ള ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇവയാണ് ആ 3 വിധത്തിലുള്ള ദുരിതങ്ങൾ. ആധ്യാത്മികമായ ദുരിതം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങളും ദുരിതങ്ങളും, ശരീരത്തിന്റെ വയ്യായ്കകള്, അതുപോലെ മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ആരുടെയെങ്കിലും വേർപാട് കൊണ്ടൊക്കെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ടെൻഷൻ, സ്ട്രെസ്, ഇതൊക്കെയാണ് ആധ്യാത്മികമായ ദുരിതം എന്ന് വിളിക്കുന്നത്. അതിഭൗതികമായ ദുരിതം എന്ന് പറഞ്ഞാൽ മറ്റു ജീവികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളാണ്. അത് മനുഷ്യരാവാം, മൃഗങ്ങളാവാം, വൃക്ഷങ്ങളാവാം, ജലജീവികളാവാം, ഏത് വിധത്തിലും ആയിക്കോട്ടെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ. ഇപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കൊതുക് വന്ന് നമ്മളെ കുത്തി ശല്യം ചെയ്യുന്നത് പോലും ഒരു ദുരിതമാണ്. അത് ആ ജീവിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുരിതമാണ്. അതുപോലെ മറ്റു ജീവികളിൽ നിന്നുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള ദുരിതവും അതിനെയാണ് ആദിഭൗതികമായ ദുരിതം എന്ന് വിളിക്കുന്നത്. ഇനി ആദിദൈവികം എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന ദുരിതങ്ങൾ. അതായത് ഇപ്പോൾ പ്രളയം വരിക, വരൾച്ച വരിക, അതുപോലെ സുനാമി ഉണ്ടാവുക, ഭൂമി കുലുക്കം, ഇവ മൂലം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതാണ് ആദിദൈവികം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇത് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇത്തരത്തിൽ 3 വിധത്തിലുള്ള ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം. ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ, ഇതിൽ നിന്നൊക്കെ ഈ ദുരിതങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ടുള്ള സമർപ്പണമാണ്. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെ പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിലൂടെയാണ് നമ്മളിലേക്ക് വരുന്ന ഈ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഭാഗവതത്തിലൂടെ വ്യാസദേവൻ ലോകത്തുള്ള സകല ജനങ്ങൾക്കും സാധാരണക്കാർക്കും പറഞ്ഞു കൊടുത്തത്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. ഭഗവാന്റെ മുന്നിൽ തളർന്നിരിക്കുകയായിരുന്നു അർജുനൻ, കർമ്മം ചെയ്യാൻ പറ്റാതെ. നിന്നിൽ നിക്ഷിപ്തമായി കർമ്മം ഭഗവാനിൽ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് നീ ചെയ്യൂ എന്നാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. അതോടെ നിന്നെ ഇന്ന് അലട്ടുന്ന സകല ദുഃഖങ്ങളിൽ നിന്ന് നീ മുക്തനാകുമെന്ന്. ഇത് തന്നെയാണ് വേദങ്ങളിൽ പറയുന്ന തത്വവും. ആ തത്വത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അങ്ങനെ ഭഗവാനിൽ സമർപ്പിതമായ ഒരു ഭക്തി എൻ്റെ ഉള്ളിൽ വളർന്നു വരണം. അത് വളർത്തിത്തരാൻ ഭഗവാൻ കരുണ ചൊരിയണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ആ ഭക്തി വളർന്നാൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും ഇല്ലാതാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് മേൽപ്പത്തൂർ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ.